ആലപ്പുഴ മാവേലിക്കര ചെങ്ങന്നൂർ സംസ്ഥാന പാതയിലെ ആറാട്ടുപുഴ ഐക്കാട് പാലം പുനർനിർമ്മാണത്തിന് അനുമതി ലഭിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം തുടങ്ങിയില്ലെന്ന ആരോപണം. 2020 നവംബറിൽ ഭരണാനുമതി ലഭിച്ചെങ്കിലും സർവേ മാത്രമാണ് പൂർത്തിയായത്. വശങ്ങളിലെ കോൺക്രീറ്റ് തകർന്ന പാലത്തിലുള്ള വാഹന ഗതാഗതവും കാൽനട യാത്രയും ദുഷ്കരമാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. അതീവ ഗുരുതരമായ വീഴ്ചയാണ് ഇവിടുത്തെ ഇടതുമുന്നണി ഗവൺമെന്റിനുണ്ടായത്, പ്രത്യേകിച്ച് മന്ത്രിയായ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു നൂറ്റാണ്ടിലധികം പഴക്കം ചെന്ന പാലം വീതി കൂട്ടി പണിയണമെന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട്. മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂടിയെത്തുന്നതോടെ വീതി കുറഞ്ഞ പാലത്തിൽ ഗതാഗതക്കുരുക്കും പതിവാണ്. ഒരു വശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മറ്റു വാഹനങ്ങൾ നിർത്തേണ്ടി വരാറുണ്ടെന്നാണ് യാത്രക്കാർ പറയുന്നത്. മഴക്കാലമായാൽ ഇരുവശവും കാട് മൂടുന്നതോടെ വീതി വീണ്ടും കുറഞ്ഞ് പാത ഉപയോഗിക്കാൻ കഴിയാതെയാകുമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സജി ചെറിയാൻ MLA ആയി മന്ത്രിയായി. അതുപോലെ ആറന്മുള മണ്ഡലത്തിലെ MLAയും മന്ത്രിയാണ്. അവരുടെ താല്പര്യക്കുറവാണ് ഈ പണി യഥാസമയം തുടങ്ങി പൂർത്തീകരിക്കാഞ്ഞത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന ഒരു പാലമാണ്. അത് മാത്രമല്ല, 2018 പ്രളയത്തിന് ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം പാലങ്ങളുടെ പണികളൊക്കെ പൂർത്തീകരിച്ചു. അപ്പോൾ തീർച്ചയായും MLAമാർ അല്ലെങ്കിൽ മന്ത്രി അവരുടെ ഉത്തരവാദിത്തക്കുറവാണ് ഈ കാര്യങ്ങൾ നടപ്പിലാകാതെ പോയത്. പാലത്തിന്റെ രൂപരേഖയ്ക്ക് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാതിരിക്കുന്നതാണ് പണിമുടങ്ങാൻ കാരണം. 2018 പ്രളയത്തിനു ശേഷം വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ച പ്രദേശങ്ങളിൽ പണിയുന്ന പാലങ്ങൾക്ക് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി വേണം. പ്രളയ ജലനിരപ്പിനേക്കാളും ഉയരത്തിൽ പാലം പണിയണമെന്ന നിബന്ധനയുമുണ്ട്. ഇതനുസരിച്ച് തയ്യാറാക്കുന്ന രൂപരേഖയ്ക്കാണ് വകുപ്പ് അനുമതി നൽകുന്നത്. ഐക്കാട് പാലമിരിക്കുന്ന ഭാഗം ഉൾപ്പെടുന്ന പ്രദേശം പ്രളയം രൂക്ഷമായി ബാധിച്ച ഇടമാണ്. ഇന്ന് പാലം അപകടാവസ്ഥയിലാണ്. പാലം ഇനിയും വീതി കൂട്ടി പണിഞ്ഞില്ലെങ്കിൽ യാത്ര അസാധ്യമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.